നമ്മളിവിടെ സെമിനാർ ടോപ്പിക്കായ ഇൻ്റർഫേസിംഗ് ആണ് എടുക്കുന്നത്. അപ്പോൾ ഇൻ്റർഫേസിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു യൂസറും കമ്പ്യൂട്ടറും തമ്മിലുള്ള സംഭാഷണത്തിന് അല്ലെങ്കിൽ ആശയവിനിമയമായിട്ട് ഇൻ്റർഫേസ് പ്രവർത്തിക്കുന്നു. അതുപോലെ തന്നെ CPU-ൻ്റെ അടിസ്ഥാന പ്രവർത്തനങ്ങൾ നിർവഹിക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ടാണ് ഇൻ്റർഫേസിംഗ് എന്ന് പറയുന്നത്. ഇൻ്റർഫേസിങ്ങിനെ രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നു. മെമ്മറി ഇൻ്റർഫേസിങ്ങും അതുപോലെ തന്നെ IO ഇൻ്റർഫേസിങ് എന്നിങ്ങനെ രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നു. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇൻ്റർഫേസ് ആക്ട്സ് ആസ് എ communication between user and a computer. It is an integrated circuit which helps in performing basic functions of the CPU. Interfacing is classified into two types: memory interfacing and IO interfacing. Memory interfacing. If any instruction is executed, then we require microprocessor to access the memory in order to read the instruction codes and the stored data in the memory. So to read from the memory and write in the registers, this memory and microprocessor need some signals. There are some key factors that are required in interfacing process to match with the memory requirements and microprocessor signals. So the interfacing circuit must be designed in such a way that it should match with the memory signal requirements ആൻഡ് ദി സിഗ്നൽസ് ഓഫ് ദി മൈക്രോ പ്രോസസ്സർ. എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ഏതെങ്കിലും ഒരു ഇൻസ്ട്രക്ഷൻ നടപ്പിലാക്കുകയാണെങ്കിൽ ഇൻസ്ട്രക്ഷൻ കോഡുകൾ മെമ്മറിയിൽ സംഭരിച്ചിരിക്കുന്ന ഡാറ്റയും വായിക്കുന്നതിനെ മെമ്മറി ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മൈക്രോ പ്രോസസ്സർ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ മെമ്മറിയിൽ നിന്ന് റീഡ് ചെയ്യാനും രജിസ്റ്ററിൽ നിന്ന് റൈറ്റ് ചെയ്യാനും ഈ മെമ്മറിക്കും മൈക്രോ പ്രോസസ്സറിനും ചില സിഗ്നലുകൾ ആവശ്യമുണ്ട്. മെമ്മറി ആവശ്യകതകളുമായും മൈക്രോ പ്രോസസ്സർ സിഗ്നലുകളുമായും പൊരുത്തപ്പെടുന്നതിന് ഇൻ്റർഫേസിംഗ് പ്രക്രിയയിൽ ആവശ്യമായ ചില പ്രധാന ഘടകങ്ങളുണ്ട്. അതിനാൽ മെമ്മറി സിഗ്നൽ ആവശ്യകതകളുമായും മൈക്രോ പ്രോസസ്സറിൻ്റെ സിഗ്നലുകളുമായും പൊരുത്തപ്പെടുന്ന തരത്തിൽ ഇൻ്റർഫേസിംഗ് സർക്യൂട്ട് രൂപകൽപ്പന ചെയ്തിരിക്കണം. ഇൻ്റർഫേസിങ് രണ്ട് ടൈപ്പാന്ന് പറഞ്ഞു. അതിൽ ആദ്യത്തെ ടൈപ്പായ മെമ്മറി ഇൻ്റർഫേസിങ് നമ്മൾ പറഞ്ഞു. ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് IO അല്ലെങ്കിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഇൻ്റർഫേസിംഗ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. IO ഇൻ്റർഫേസിംഗ് ഈസ് ദി കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ വേരിയസ് ഡിവൈസസ് ലൈക്ക് കീബോർഡ്, മൗസ്, പ്രിൻ്റർ, etc. It is a set of registers where CPU communicates and controls the IO device with the help of reading and writing registers. These registers are connected to the CPU using buses. So in order to interface between keyboard and other devices with the microprocessor, latches and buffers are used. This type of interfacing is known as IO or ഇൻപുട്ട് ഔട്ട്പുട്ട് ഇൻ്റർഫേസിങ്. എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, നമ്മളെ ഇൻപുട്ട് ഡിവൈസുകളായ കീബോർഡ്, അതുപോലെ തന്നെ ഔട്ട്പുട്ട് ഡിവൈസുകളായ പ്രിൻ്റർ, നമുക്ക് കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ കീബോർഡ്, മൗസ്, പ്രിൻ്റർ, ഇതുപോലെ തന്നെ ഉപകരണങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് IO ഇൻ്റർഫേസിങ്. ഇത് എവിടെ എന്താ നടക്കുന്നത് വെച്ചാൽ, രജിസ്റ്റേഴ്സ് റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനുള്ള ഹെൽപ്പിന് വേണ്ടി CPU കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇൻപുട്ട് ഔട്ട്പുട്ട് കൺട്രോൾ ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് രജിസ്റ്റേഴ്സാണിത്. ഈ രജിസ്റ്ററുകൾ ബസ്സുകൾ ഉപയോഗിച്ച് CPU ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതിനാൽ കീബോർഡ് അതുപോലെ തന്നെ മറ്റു ഉപകരണങ്ങളും തമ്മിൽ ഇൻ്റർഫേസ് ചെയ്യുന്നതിന് മൈക്രോ പ്രോസസ്സർ ലാച്ചുകളും
ബഫറുകൾ ഉപയോഗിക്കുന്നു. ഇത്തരത്തിലുള്ള ഇൻ്റർഫേസിങ്ങിനെ IO ഇൻ്റർഫേസിംഗ് എന്ന് വിളിക്കുന്നു. ഇൻപുട്ട് ഔട്ട്പുട്ട് ഇൻ്റർഫേസിംഗ് എന്ന് വിളിക്കുന്നു. ബ്ലോക്ക് ഡയഗ്രാം ഓഫ് മെമ്മറി ആൻഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഇൻ്റർഫേസിംഗ്. ഇതിൽ ആദ്യം മെമ്മറി കാണിച്ചിട്ടുണ്ട്, മെമ്മറി ഇൻ്റർഫേസിങ്, അതുപോലെ തന്നെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിൻ്റെ ഈ രണ്ട് ഇൻ്റർഫേസിങ് ഇതിൽ കാണിച്ചിട്ടുണ്ട്. ഇവിടെ മൈക്രോ പ്രൊസസ്സറൊന്നും കൊടുത്തിട്ടുണ്ട്. ഇതിൽ ടോപ്പിൽ മൈക്രോ പ്രൊസസ്സറിൻ്റെ അഡ്രസ് ബസ്, അതുപോലെ തന്നെ മിഡിൽ മൈക്രോ പ്രൊസസ്സറിൻ്റെ ഡാറ്റ ബസ്, അതുപോലെ തന്നെ ഫൈനലി ഒരു കൺട്രോൾ ബസ്സും മൈക്രോ പ്രൊസസ്സറിൻ്റെ ഈ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. നമ്മൾ ഇൻ്റർഫേസിങ് പറഞ്ഞു. അപ്പോൾ ഇനി നോക്കുന്നത് 8085 മൈക്രോ പ്രൊസസ്സറിൻ്റെ ഇൻ്റർഫേസിങ് പിന്നുകളെ പറ്റിയാണ് നോക്കുന്നത്. ഇവിടെ താഴെ കൊടുത്തിട്ടുള്ള ലിസ്റ്റ് ഓഫ് പിൻസാണ്. അതായത് 8085ൻ്റെ ഇൻ്റർഫേസിങ്, അത് മറ്റൊരു അല്ലെങ്കിൽ വേറെ ഡിവൈസുകളായിട്ട് ഇൻ്റർഫേസ് ചെയ്യാൻ വേണ്ടി 8085 മൈക്രോ പ്രൊസസ്സറിലെ കുറച്ച് പിന്നുകൾ ഉപയോഗിക്കുന്നുണ്ട്. ആ പിന്നുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. A15, AD7, ALE, RD, WR ആൻഡ് റെഡി. ഇതിൽ A15 മുതൽ A8 എന്ന് പറയുന്നത് ഹയർ അഡ്രസ് ബസ്സാണ്. നമ്മൾ A15, A8 എന്ന് പറയുന്നത് ഇതെന്താണെന്ന് വെച്ചാൽ ഇതാണ് അഡ്രസ് ബസ്. ഇത് 8 ബിറ്റിലുള്ള മെമ്മറി ഇൻപുട്ട് ഔട്ട്പുട്ടിൻ്റെ അഡ്രസ്സ് അത് ക്യാരി ചെയ്യുന്നു. അതായത് ഇറ്റ് ക്യാരീസ് ദി മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് 8 ബിറ്റ്സ് ഓഫ് മെമ്മറി ഇൻപുട്ട് ഔട്ട്പുട്ട് അഡ്രസ്. നമ്മൾ അടുത്ത് നോക്കുന്നത് AD7 മുതൽ AD0, അതായത് ലോവർ അഡ്രസ് അല്ലെങ്കിൽ ഡാറ്റ ബസ്, അതിനാണ് നോക്കുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞു A15 മുതൽ A8 ആയിട്ടുള്ള അഡ്രസ് ബസ്, അത് മോസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള 8 ബിറ്റിനെ ക്യാരി ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഇപ്പോൾ പറഞ്ഞ AD7 മുതൽ AD0 ഉള്ള ലോവർ അഡ്രസ് അല്ലെങ്കിൽ ഡാറ്റ ബസ് അത് ലീസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള 8 ബിറ്റ് അഡ്രസ്സിൻ്റെ ആൻഡ് ഡാറ്റ ബസ്സിന് ക്യാരി ചെയ്യുന്നു. ഇനി നമ്മൾ അടുത്ത് നോക്കുന്നത് ALE ആണ്. ALE എന്ന് പറഞ്ഞാൽ ALE മൈക്രോ പ്രൊസസ്സറിൻ്റെ പുതിയൊരു പ്രവർത്തനം ആരംഭിക്കുമ്പോൾ ജനറേറ്റ് ചെയ്യുന്ന പോസിറ്റീവ് പൾസാണ് ഇത്. അതുപോലെ തന്നെ പൾസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പൾസ് വരുമ്പോൾ അതിൻ്റെ അഡ്രസ്സിനെ അത് സൂചിപ്പിക്കുന്നു. പൾസ് വരുമ്പോൾ അതിൻ്റെ വിലാസത്തെ സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ പൾസ് താഴേക്ക് പോകുമ്പോൾ അതിൻ്റെ ഡാറ്റയെ സൂചിപ്പിക്കുന്നു. ഇത് നമ്മൾ നോക്കുന്നത് RD ആണ്. RD എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുത്ത ഒരു IO അല്ലെങ്കിൽ മെമ്മറി ഉപകരണം വായിക്കേണ്ടുന്ന ഡാറ്റ ബസ്സിൽ ലഭ്യമായ ഡാറ്റ സ്വീകരിക്കാൻ തയ്യാറാണെന്ന് ഈ സിഗ്നൽ സൂചിപ്പിക്കുന്നു. ഇതൊരു സിഗ്നലാണ്. ദി സിഗ്നൽ ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദി സെലക്റ്റഡ് IO ഓർ മെമ്മറി ഡിവൈസസ് ഇസ് ടു ബി റീഡ് ആൻഡ് ഇസ് റെഡി ഫോർ ആക്സെപ്റ്റിംഗ് ഡാറ്റ അവൈലബിൾ ഓൺ ദി ഡാറ്റ ബസ്. ഇനി WR നോക്കാം. WR എന്ന് വെച്ചാൽ ദിസ് സിഗ്നൽ ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദ ഡാറ്റ ഓൺ ദി ഡാറ്റ ബസ് ഈസ് ടു ബി റിട്ടേൺ ഇൻ ടു എ സെലക്റ്റഡ് മെമ്മറി ഓർ IO ലൊക്കേഷൻ. നമ്മൾ ALE പറഞ്ഞു, RD പറഞ്ഞു, WR പറഞ്ഞു. ഒന്നുകൂടി പറയാം. ALE എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പോസിറ്റീവ് ഗോയിങ് പൾസ് ജനറേറ്റഡ് വെൻ എ ന്യൂ ഓപ്പറേഷൻ ഈസ് സ്റ്റാർട്ടഡ് ബൈ ദി മൈക്രോ പ്രൊസസ്സർ. വെൻ ദി പൾസ് ഗോസ് ഹൈ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് അഡ്രസ്. When the pulse goes down, it indicates data. ഇത് നമ്മൾ നോക്കുന്നത് RT ആണ്. This signal indicates that the selected IO or memory device is to be read
and is ready for accepting data available on the data bus, WR. This signal indicates that the data on the data bus is to be written into a selected memory or IO location. ഇനി ബാക്കിയുള്ളത് റെഡി എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. റെഡി എന്ന് പറഞ്ഞാൽ സിഗ്നലാണ്. ദിസ് സിഗ്നൽ ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദ ഡിവൈസ് ഈസ് റെഡി ടു സെൻഡ് ഓർ റിസീവ് ഡാറ്റ. ഇഫ് റെഡി ഈസ് ലോ, ഈ റെഡി എന്ന് പറയുന്നത് സിഗ്നലിൽ ലോ ആണെങ്കിൽ then the CPU has to wait for ready to go high. CPU ഈ റെഡി എന്ന് പറഞ്ഞ സിഗ്നൽ ഹൈ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട്. നമ്മൾ കമ്മ്യൂണിക്കേഷനിലേക്ക് നോക്കുമ്പോൾ ഈ മൈക്രോ പ്രോസസ്സർ ഔട്ട്സൈഡ് വേൾഡായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതിനുള്ള കോമൺ 2 മെത്തേഡുകളെ പറ്റിയാണ് നമ്മളിപ്പോൾ അടുത്ത് പറയാൻ പോകുന്നത്. There are 2 ways of communication in which the microprocessor can connect with the outside world. മൈക്രോ പ്രോസസ്സറിന് പുറംലോകവുമായി ബന്ധപ്പെടാൻ 2 ആശയവിനിമയ മാർഗ്ഗങ്ങളുണ്ട്. ഒന്ന് സീരിയൽ കമ്മ്യൂണിക്കേഷൻ ഇൻ്റർഫേസും അതുപോലെ തന്നെ രണ്ടാമത്തത് പാരലൽ കമ്മ്യൂണിക്കേഷൻ ഇൻ്റർഫേസുമാണ്. നമ്മളത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സീരിയൽ കമ്മ്യൂണിക്കേഷൻ ഇൻ്റർഫേസ്. ഇൻ ദിസ് ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ the interface gets a single byte of data from the microprocessor and send it bitwise to the other system serially and vice versa. ഇത്തരത്തിലുള്ള ആശയവിനിമയത്തിൽ ഇൻ്റർഫേസിന് മൈക്രോ പ്രോസസ്സറിൽ നിന്ന് ഒരൊറ്റ ബൈറ്റ് ഡാറ്റ ലഭിക്കുകയും അത് ബിറ്റ്വൈസായി മറ്റ് സിസ്റ്റത്തിലേക്ക് സീരിയലിലും തിരിച്ചയക്കുകയും ചെയ്യുന്നു. സീരിയലായിട്ട് തിരിച്ചയക്കുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ മെത്തേഡാണ് സീരിയൽ കമ്മ്യൂണിക്കേഷൻ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. നമുക്ക് അടുത്തത് പാരലൽ കമ്മ്യൂണിക്കേഷൻ ഇൻ്റർഫേസ് നോക്കാം. In this type of communication, the interface gets a byte of data from the microprocessor and sends it bit by bit to the other system in simultaneous or parallel fashion and vice versa. പാരലൽ കമ്മ്യൂണിക്കേഷൻ ഇൻ്റർഫേസ് എന്താ പറയുന്നത് വെച്ചാൽ ഇത്തരത്തിലുള്ള ആശയവിനിമയത്തിൽ ഇൻ്റർഫേസിന് മൈക്രോ പ്രോസസ്സറിൽ നിന്ന് ഡാറ്റയുടെ ഒരു ബൈറ്റ് ലഭിക്കുകയും അത് മറ്റ് സിസ്റ്റങ്ങളിലേക്ക് ഒരേ സമയം അല്ലെങ്കിൽ പാരലലായിട്ട് തിരിച്ചയക്കുകയും ചെയ്യുന്നു. സീരിയൽ കമ്മ്യൂണിക്കേഷനിൽ സീരിയലായിട്ട് അയക്കുകയും പാരലൽ കമ്മ്യൂണിക്കേഷനിൽ പാരലലായിട്ട് അയക്കുകയും ചെയ്യുന്നു. ഇതാണ് ഇവ തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, താങ്ക് യു.